സേവ് ബോക്സ് ലേല ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഈ മാസം 7-ന് ഹാജരാകണമെന്ന് നടൻ ജയസൂര്യയ്ക്ക് ഇ.ഡി. നോട്ടീസ്. കേസിൽ 2 തവണ ഇ.ഡി. ജയസൂര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കേസിലെ പ്രധാന പ്രതി സ്വാതിക് റഹീമിന്റെ കമ്പനികളിൽ നിന്ന് ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ എത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലം എന്ന രീതിയിലാണ് പണം കൈപ്പറ്റിയതെന്നാണ് ജയസൂര്യ കഴിഞ്ഞ ദിവസം ഇ.ഡി. മൊഴിയെടുത്തപ്പോൾ പറഞ്ഞത്. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്നതായി ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും സ്വാതിക് റഹ്മാൻ കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണമാണ് ജയസൂര്യയ്ക്ക് നൽകിയത് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ജയസൂര്യയ്ക്ക് വീണ്ടും സമൻസ് നൽകിയിരിക്കുന്നത്. ജയസൂര്യയുടെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ഇ.ഡി. കൂടുതൽ പരിശോധന നടത്താനും സാധ്യതയുണ്ട്. കേസിൽ ജയസൂര്യയുടെ ഭാര്യ സരിതയുടെയും മൊഴി ഇ.ഡി. രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ ചലച്ചിത്ര താരങ്ങൾക്ക് സ്വാതിക് റഹീമുമായും സേവ് ബോക്സ് ആപ്പുമായും ബന്ധമുണ്ടോയെന്നും ഇ.ഡി. പരിശോധിക്കുന്നുണ്ട്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപം എന്ന പേരിൽ 100ഓളം പേരിൽ നിന്നും കോടികൾ തട്ടിച്ചതിന് ഉടമ സ്വാതിക് റഹീമിനെ 2023-ൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് സ്വാതിക് റഹീം. 25 ലക്ഷം രൂപ വരെ പ്രതിമാസം ലാഭം വാഗ്ദാനം ചെയ്താണ് സ്വാതിക് റഹീം പലരിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ ആർക്കും ലാഭവിഹിതമോ മുടക്കിയ പണമോ കിട്ടിയില്ല. ഇതേ തുടർന്ന് കിഴക്കേക്കോട്ട സ്വദേശി നൽകിയ പരാതിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്.